കുറച്ച് ആഴ്ചകൾക്ക് മുമ്പ് എൻ്റെ വീട്ടിലെ തലമൂത്ത ഒരാൾ എനിക്കൊരു വീഡിയോ കാണിച്ചു തന്നു. മോനെ, ഇനി കുറച്ച് ആളുകൾ കഴിഞ്ഞാൽ പിന്നെ കറണ്ടിന് നമ്മൾ കാശ് കൊടുക്കേണ്ടി വരില്ല, അതുപോലത്തെ ഒരു സാധനമാണ് വരുന്നതെന്നും പറഞ്ഞിട്ടാണ് ഒരു വീഡിയോ കാണിച്ചു തന്നത്. മിക്കവാറും നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. ദിസ് വാസ് ഇറ്റ്. എൻറോൺ എഗ്, ലോകത്തിലെ ആദ്യത്തെ ഫസ്റ്റ് അറ്റ് ഹോം ന്യൂക്ലിയർ റിയാക്ടർ. Micronuclear reactor for residential suburban use. This little device can power your entire home for up to 10 continuous years. It goes without saying, but when you put a nuclear reactor in your home, it's got to be safe for the whole family. Seriously guys, ഈ സംഭവം കണ്ടിട്ട് എൻ്റെ വീട്ടിലെ തലമൂത്ത ഒരാൾ, നല്ല വിദ്യാഭ്യാസവും വളരെ യോഗ്യനായിട്ടുള്ള ഒരാളാണ് എനിക്കിത് കാണിച്ചു തന്നത്. അപ്പോൾ അവരൊക്കെ വിശ്വസിച്ചു. എനിക്ക് തോന്നുന്നു പലരും ഈ ഒരു വാർത്ത അല്ലെങ്കിൽ ഈ ഒരു ക്ലിപ്പ് വിശ്വസിച്ചിട്ടുണ്ട്. ഇന്ത്യയിലുള്ള പല വാട്സാപ്പ് അമ്മമാരുടെയും വാട്സാപ്പിലേക്കൊക്കെ ഈ സാധനം വന്നതാണ്. അപ്പോൾ അൾട്ടിമേറ്റ്ലി ഞാൻ വേറെ ചില സ്ഥലങ്ങളിലൊക്കെ നോക്കിക്കഴിഞ്ഞപ്പോൾ ഫാക്ട് ചെക്കും കാര്യങ്ങളൊക്കെ ഇതിനെപ്പറ്റി വന്നിരുന്നു. അപ്പോൾ ഈ റോയിറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്തതാണ് ഫാക്ട് ചെക്ക് എൻറോൺ ഹോം പ്രൊഡക്റ്റ് ന്യൂക്ലിയർ റിയാക്ടർ ഇസ് എ പാരഡി പ്രൊഡക്റ്റ്. അപ്പോൾ അങ്ങനെ ഒക്കെ ഈ കാര്യത്തെക്കുറിച്ച് ഇങ്ങനെ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഒരു ടോട്ടലി ഫേക്ക് ആയിട്ടുള്ള സംഗതിയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒത്തിരി ആൾക്കാർ ഇത് വിശ്വസിച്ചിരുന്നു എന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ന്യൂക്ലിയർ പവറിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ന്യൂക്ലിയർ പവറിൻ്റെ കാര്യത്തിലേക്ക് വന്നു കഴിയുമ്പോൾ പലർക്കും പല ഒപ്പീനിയനാണുള്ളത്. ബിക്കോസ് ചില ആൾക്കാർ അല്ലെങ്കിൽ വിദഗ്ധരായിട്ടുള്ള ചില ആൾക്കാർ തന്നെ പറയും ഇത് ഡേഞ്ചറസ് ആണ്, ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നങ്ങളിലേക്കൊക്കെ നേരിട്ടേക്കാം. അപ്പോൾ അതുകൊണ്ട് ചില രാജ്യങ്ങളൊക്കെ ഇത് വേണ്ട എന്ന് വയ്ക്കുന്നുണ്ട്. ഇപ്പോൾ ജർമ്മനിയിലൊക്കെ അത് വേണ്ട എന്ന് വെച്ചിട്ടുണ്ട്. അവർ കംപ്ലീറ്റ്ലി ഡീകമ്മീഷൻ ചെയ്തു. പക്ഷെ അതിൻ്റേതായ പ്രശ്നങ്ങൾ അവർക്കുണ്ട്. അതേസമയം തന്നെ അയൽ രാജ്യങ്ങളായ ഫ്രാൻസും ഇംഗ്ലണ്ടൊക്കെ ഇത് കാര്യമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. മാത്രമല്ല ഇപ്പോൾ നമ്മുടെ കേരളമാണെങ്കിലും ഇങ്ങനെ ഒരു പദ്ധതിക്ക് വേണ്ടി ട്രൈ ചെയ്യുന്നുണ്ട് എന്നുള്ള രീതിയിൽ കുറേ നാളുകൾക്ക് മുമ്പേ വാർത്ത വന്നിരുന്നു. ഇപ്പോൾ റീസെൻ്റ്ലി ആണെങ്കിലും കേന്ദ്രത്തിൻ്റെ ഇതുമായി ബന്ധപ്പെട്ടിട്ടൊരു അറിയിപ്പ് വന്നിരുന്നു. ഇതാണ് ആ വാർത്ത. സെൻട്രൽ വില്ലിംഗ് ടു ക്ലിയർ ന്യൂക്ലിയർ പവർ പ്ലാന്റ് പ്രൊജക്ട് ഇൻ കേരള ഇഫ് ലാൻഡ് ഈസ് അവൈലബിൾ. മനോഹർ ലാൽ. അപ്പോൾ നമ്മുടെ കേരളത്തിനെ സംബന്ധിച്ച് നമുക്ക് വളരെയധികം വേണ്ട ഒരു പ്രൊജക്റ്റ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മുടെ ഇലക്ട്രിസിറ്റി യൂസേജ് എന്ന് പറയുന്നത് വളരെ വളരെ ഹൈ ആണ്. മാത്രമല്ല ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ഇലക്ട്രിക് കാറുകൾ വിൽക്കുന്നതും കേരളത്തിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊക്കെ ചാർജ് ചെയ്യാനായിട്ട് കറണ്ട് തീർച്ചയായും ആവശ്യമുണ്ട്. നമുക്ക് കംപ്ലീറ്റ്ലി സോളാറിനെയും അതുപോലെ തന്നെ വിൻഡ് പവറിനൊന്നും റിലയബിൾ ആയിട്ടുള്ള കാര്യങ്ങളല്ല. കാരണം കാറൊക്കെ എല്ലാ വെതറിലും നമുക്ക് വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റില്ല. അതേസമയം ന്യൂക്ലിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലിരിക്കുന്ന ഒരു മാന്ത്രിക കല്ലാണ് ന്യൂക്ലിയർ എന്ന് പറയുന്നത്. പക്ഷേ ന്യൂക്ലിയർ ഇറ്റ് ഈസ് ഡേഞ്ചറസ്. പക്ഷേ അത് വേണ്ട രീതിയിൽ നല്ല രീതിയിൽ ബുദ്ധിപരമായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ യാതൊരുവിധ കാർബൺ പൊല്യൂഷൻ ഇല്ല, ഏറ്റവും ലോ കോസ്റ്റ് എനർജി. പിന്നെ മഴയുണ്ടോ വെയിലുണ്ടോ കാറ്റുണ്ട്, ഇതൊന്നും പ്രശ്നമല്ല. ഈ സാധനത്തിൽ നിന്ന് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ നമ്മുടെ കയ്യിലേക്ക് ഭൂമിയിലുള്ളൊരു മാന്ത്രിക കല്ലാണ്. നമുക്ക് അൺലിമിറ്റഡ് എനർജി ഇതാ മോനെന്നും പറഞ്ഞ് നമ്മുടെ കയ്യിൽ കിട്ടിയ മാന്ത്രിക കല്ലാണ്. പക്ഷെ നമ്മളത് വേണ്ട രീതിയിൽ യൂസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഇത് ഒരിക്കലും ഈ പറയുന്ന പോലെ ചെറിയ ഹോം യൂസേജിനേക്ക് വേണ്ടിയിട്ടൊന്നും ഒരിക്കലും അതങ്ങനെ പ്രാക്ടിക്കലി പോസിബിൾ അല്ല. പക്ഷേ പോസിബിൾ ആയാൽ പോലും അങ്ങനെ ആൾക്കാരുടെ കയ്യിലേക്ക് കിട്ടുമെന്ന് തോന്നുന്നില്ല. കാരണം ഇറ്റ്സ് എക്സ്ട്രീംലി ഡേഞ്ചറസ്. 2006 UK നടന്ന ലോകത്തെ ഞെട്ടിച്ചൊരു കൊലപാതകമാണ് അലക്സാണ്ടർ ലിറ്റ്വിനെക്കോയുടെ കൊലപാതകം. അപ്പോൾ അദ്ദേഹം ഒരു മുൻ റഷ്യൻ ചാരനായിരുന്നു. പക്ഷേ പുട്ടിൻ്റെ വളരെ വലിയൊരു ക്രിറ്റിക്കായിരുന്നു. അപ്പോൾ അങ്ങനെ റഷ്യയിൽ നിന്ന് ചാടി പുള്ളി ലണ്ടനിൽ അല്ല UK പോയിട്ട് അവിടെ അസൈലം സ്വീകരിച്ചു. അപ്പോൾ അവിടെ ഇരുന്ന സമയത്ത് ഈ പറയുന്ന പോലെ റഷ്യക്കെതിരെയും അല്ലെങ്കിൽ പുട്ടിനെതിരെയൊക്കെ നിരന്തരം വാർത്തകളും അതുപോലെ തന്നെ ഇൻഫർമേഷനൊക്കെ പുറത്തേക്ക് വിടാൻ തുടങ്ങി. അപ്പോൾ അതുകൊണ്ട് തന്നെ പുള്ളിനെ തട്ടിക്കളയാനായിട്ട് റഷ്യ തീരുമാനിച്ചു. അപ്പോൾ അങ്ങനെ 2 റഷ്യൻ ചാരന്മാരെ വിട്ടിട്ട് പുള്ളിക്കാരൻ്റെ ചായയിൽ പൊളോണിയം കലക്കി. അങ്ങനെയാണ് ഇദ്ദേഹത്തെ റഷ്യ വധിച്ചത്. അപ്പോൾ അത് വലിയ രീതിയിൽ പ്രശ്നമായപ്പോൾ ഈ പറയുന്ന പോലെ തന്നെ റോങ് ഹാൻഡ്സിലേക്ക് കിട്ടിക്കഴിഞ്ഞാൽ റേഡിയോ ആക്റ്റീവ് സബ്സ്റ്റൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങളിലേക്കൊക്കെ നയിക്കുക. അപ്പോൾ അതുകൊണ്ടാണ് ഈ ന്യൂക്ലിയർ സംഭവത്തിലേക്ക് വരുന്ന കഴിയുമ്പോൾ ആൾക്കാർക്ക് വലിയ ഭയമുള്ളത്. ആൻഡ് ഓഫ് കോഴ്സ് മുമ്പ് നടന്നിട്ടുള്ള അപകടങ്ങളൊക്കെയാണ്. പക്ഷേ അപകടങ്ങൾ എടുക്കുകയാണെങ്കിൽ പോലും ചെർണോബിൽ ഒഴിച്ച് വേറെ വലിയ രീതിയിലുള്ള അപകടങ്ങൾ നടന്നിട്ടില്ല. ഇപ്പോൾ ചെർണോബിലിൻ്റെ കാര്യം നമുക്കറിയാം. അപ്പോൾ അതിനകത്ത് അവർ നടത്തിയ പരീക്ഷണങ്ങളും അതുപോലെ തന്നെ അത് സേഫ്റ്റി പ്രോട്ടോകോൾസ് ഒന്നും മര്യാദയ്ക്ക് ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് അങ്ങനെയുള്ള കാര്യങ്ങളാണ് അതിനകത്തേക്ക് നയിച്ചത്. അതുപോലെ സേഫായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ ന്യൂക്ലിയറിനേക്കാളും മികച്ചൊരു എനർജി സോഴ്സ് വേറെ ഭൂമിയിൽ അവൈലബിൾ ആണെന്ന് തോന്നുന്നില്ല. ഇപ്പോൾ ഫോസിൽ ഫ്യൂവലിൻ്റെ കാര്യം എടുക്കുക, അതാരും പറയാത്തൊരു കാര്യമാണ്. ലോകത്തെ 5ൽ 1 മരണത്തിന് കാരണം ഫോസിൽ ഫ്യൂവലാണെന്നാണ് യൂണിവേഴ്സിറ്റി കോളേജ് ലണ്ടൻ്റെ പഠനപ്രകാരം പറയുന്നത്. ഇത് മാത്രമല്ല വേറെ പല സ്ഥലത്തും കാണാറുള്ള കാര്യമാണ്. ഒരു പക്ഷേ ഇത് ചിലപ്പോൾ എക്സാജറേറ്റഡ് ആയിരിക്കും, എത്ര ചിലവ് മരിക്കുന്നില്ലെങ്കിൽ പോലും. പിന്നെ അത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 8 മില്യൺ ആൾക്കാർ ഒരു വർഷം ഈ ഫോസിൽ ഫ്യൂവലിൻ്റെ എത്തിച്ചിട്ടുള്ള പ്രശ്നങ്ങളിൽ നിന്ന് മരിക്കുന്നുണ്ട് എന്നാണ്.
8 മില്യൺ അല്ലെങ്കിൽ പോലും 2 മില്യണോ 4 മില്യണാണെങ്കിൽ പോലും ന്യൂക്ലിയറുമായി ബന്ധപ്പെട്ട് സംഭവിക്കുന്ന അപകടങ്ങളോ മരണങ്ങളോ ആയിട്ട് കമ്പയർ ചെയ്ത് നോക്കി കഴിയുമ്പോൾ ഒന്നുമേ അല്ല എന്ന് പറയാം. അപ്പോൾ അതാണ് അതിൻ്റെ മറ്റൊരു സൈഡ് എന്ന് പറയുന്നത്. ഇപ്പം എന്തായാലും ഇന്ത്യയിലെ കാര്യത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ ഇപ്പോൾ 7 ന്യൂക്ലിയർ പവർ പ്ലാന്റുകളാണ് ഉള്ളത്. അതേസമയം തന്നെ UK നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ശരിക്കും പറഞ്ഞാൽ ഉത്തർപ്രദേശിൻ്റെ അത്രേ ഉള്ളൂ UK എന്ന് പറയാം. ആ രാജ്യത്തേക്ക് നോക്കിക്കഴിയുമ്പോൾ അവിടെ 5 എണ്ണം ഉണ്ട്. അതുകൂടാതെ അവർ പുതിയ ന്യൂക്ലിയർ റിയാക്ടറിന് വേണ്ടി പണിയുന്നുണ്ട്. മീൻവൈൽ ഏറ്റവും കൂടുതൽ ന്യൂക്ലിയർ പവർ പ്ലാന്റുകൾ യൂസ് ചെയ്യുന്ന ഒരു രാജ്യം എന്ന് പറയുന്നത് ഫ്രാൻസാണ്. അവിടെ 18 എണ്ണം ഉണ്ട്. അവരുടെ 68% ഇലക്ട്രിസിറ്റി വരുന്ന ഇതിനാണെന്നാണ് പറയുന്നത്. പക്ഷേ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം ജർമ്മനി ഇത് പൂട്ടിക്കളയാൻ തീരുമാനിച്ചു എന്നുള്ളതാണ്. അതുമായി ബന്ധപ്പെട്ട് ജർമ്മനി വലിയൊരു പ്രശ്നത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ഇപ്പോൾ ജർമ്മനി കംപ്ലീറ്റ്ലി റിലേ ചെയ്യുന്നത് കോളും അതുപോലെ തന്നെ ഫോസിൽ ഫ്യൂലും കത്തിച്ച് അതിൽ നിന്നും ഇലക്ട്രിസിറ്റി ഉണ്ടാക്കാനുള്ള പരിപാടിയിലാണ്. ഇപ്പോൾ നമുക്കറിയാം യുക്രൈൻ റഷ്യ പ്രശ്നം നടക്കുന്നതുകൊണ്ട് തന്നെ റഷ്യ എന്നുള്ള സപ്ലൈ ലൈൻസ് ഒന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് അവർക്ക് ഭയങ്കരമായിട്ട് ചാർജ് കൊടുത്തിട്ടാണ് ഇപ്പോൾ അവർ ഇലക്ട്രിസിറ്റി ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടുത്തെ ഫാക്ടറികളൊക്കെ വലിയ രീതിയിൽ പ്രതിസന്ധിയിലാണ്. ഈവൻ എൻ്റെ അനിയനാണെങ്കിൽ പോലും ജർമ്മനിയിലാണ്, അവനാണെങ്കിലും ജോബ് കട്ടിൻ്റെ ഫീസിലൊക്കെയാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു മേജർ റീസൺ എന്ന് പറയുന്നത് ഹൈ എനർജി ചാർജസ് ആണ്. അപ്പോൾ ഈ ന്യൂക്ലിയർ പവർ പ്ലാന്റ് ഉണ്ടായിരുന്നെങ്കിൽ അവിടെ ഇലക്ട്രിസിറ്റിയുടെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലായിരുന്നു എന്നുള്ളതാണ്. ഇപ്പം എന്താ പറയുക, ഞാൻ പ്രോ ന്യൂക്ലിയർ പവർ ആണ്. കേരളത്തിൽ ഈ പറയുന്ന പോലെ ന്യൂക്ലിയർ പവർ പ്ലാന്റിൻ്റെ ആവശ്യം നമുക്കുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. വലിയ രീതിയിൽ കറണ്ടിൻ്റെ ചാർജ് കുറയ്ക്കാനും ഇതുകൊണ്ട് സാധിക്കും. ഇപ്പം എന്തായാലും കൂടംകുളത്തുണ്ട്, തിരുവനന്തപുരത്ത് നിസ്സാര ദൂരമുള്ള കൂടംകുളത്തേക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ വൈ കോൺ വി ഹാവ് വൺ. അപ്പോൾ എന്താണ് നിങ്ങളുടെ ഈ കാര്യത്തിലുള്ള അഭിപ്രായങ്ങളുള്ള കാര്യം തീർച്ചയായും കമൻ്റായിട്ട് ഇടുക. മറ്റൊരു വീഡിയോയുമായി കാണാം.